നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിബു നാരായണൻ, വെമ്പായം. ഉത്രം നക്ഷത്രക്കാരുടെ വേഴ മാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉത്രത്തിന് 2 രാശിക്കൂറുണ്ട്, ചിങ്ങക്കൂറും ഉണ്ട്, കന്നിക്കൂറും ഉണ്ട്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് നമുക്ക് വേഴത്തിൻ്റെ മാറ്റം 12-ലും 1-ലുമായിട്ട് വരും. കാരണം 2026 6-ാം മാസം 2-ാം തീയതി മുതൽ കർക്കിടകത്തിലാണ് വേഴൻ വരുന്നത്. 2026 10-ാം മാസത്തിൽ ചിങ്ങത്തിൽ വരും, 1-ൽ വരും. വീണ്ടും അത് 2027 ജനുവരി മാസത്തിൽ കർക്കിടകൻ രാശി മാറി വരും. പിന്നെ 2027 6-ാം മാസം 26-ാം തീയതിക്ക് പിന്നെ വേഴൻ മാറും. പിന്നെ ഈ വേഴത്തിൻ്റെ മാറ്റം ഈ ചിങ്ങക്കൂറുകാർക്ക് തുടക്കത്തിൽ വരുന്നത്, ചിങ്ങക്കൂറുകാർക്ക് 12-ലാണ് വരുന്നത്. അത് നല്ലതല്ല. 12-ൽ വേഴൻ നിൽക്കുമ്പോൾ സമ്പന്നന്മാർ പോലും ദരിദ്രരായി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കോടീശ്വരം പിച്ചക്കാരനാകുന്ന സമയമാണ് 12-ൽ വേഴഗ്രഹം നിൽക്കുന്ന സമയം. അപ്പോൾ വേഴമാറ്റത്തിൽ നമുക്ക് 12 വേഴൻ നിൽക്കുമ്പോൾ പാവം വ്യയഞ്ച പതനം നിരയം വാമ്പുകം സ്ഥാനപ്രംശഞ്ച വൈകല്യം ദോദശേന വിചിന്തയിലാണ്. പാവം എന്ന് വെച്ചാൽ നമ്മൾ എത്ര ശുദ്ധനായിരുന്നാലും, നല്ല മനസ്സും നല്ല സ്നേഹമൊക്കെ ഉള്ളവരാണെങ്കിലും ദുഷ്ടന്മാരെ പോലെ സംസാരിക്കാനും പെരുമാറാനും ഒരു മടിയും കാണിക്കൂല. അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും ബന്ധുക്കളോടൊക്കെ വാശി വിരോധത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന നിമിത്തം നമുക്ക് ഒരുപാട് ശാപദുരിതങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പാവം ചെയ്യുക എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത അകൃത്യങ്ങളായ പ്രവൃത്തികളെയാണ് പാവം എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛനെ അടിക്കുകയും അമ്മച്ചി അടിക്കുകയും ഭാര്യ അടിക്കുകയും ഭർത്താവിനെ അടിക്കുകയും മക്കളെ അടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് പാവത്തരം. അപ്പം അങ്ങനെ പാവത്തരം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് തോന്നിക്കും. ആരെങ്കിലും മരിച്ചാലും നമ്മളെ സ്നേഹക്കുറവ് കൊണ്ടാണ് ആ കുഴപ്പം അവിടെ പറ്റിയത്, ഈ മരണത്തിന് കാരണം ഇവർ തന്നെയാണ് എന്ന് പറയും. ഉദ്യോഗസ്ഥന്മാരൊക്കെ സൂക്ഷിക്കണം, അധ്യാപകർ സൂക്ഷിക്കണം. കാരണം പിള്ളേരെ വഴക്ക് പറഞ്ഞാൽ പിള്ളേർ കലവിച്ചു പോയി മരിച്ചെല്ലാം ചെയ്താലും ബാങ്കിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ അധികാരികളെ ജപ്തിക്ക് പോയി അവർ കയറി മരിച്ചു കളഞ്ഞാലും ഉദ്യോഗസ്ഥന്മാരെ അധികാരികളെ എതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഉദ്യോഗസ്ഥനായിരുന്നാലും കയറി മരിച്ചു കളയാനും അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനും യോഗമുണ്ട്. വ്യയഞ്ചാന്ന് വെച്ചാൽ എത്ര ലക്ഷം രൂപ കൈ കിട്ടിയാലും അതങ്ങ് ചിലവായി പോകും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനൊക്കെ ജ്യോത്സ്യന്മാർ നിർദ്ദേശിക്കും. അപ്പോൾ അതൊരു മുതലായിട്ട് കിടക്കും, കൈ പൈസ ഇല്ലാത്തത് കൊണ്ട് വേറെ കുരുക്കി ചെന്ന് ചാടൂല എന്നാണ് പഴയ ആശയം. പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റാത്ത വലിയ വീടുകളും ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് EMI അടയ്ക്കാൻ പറ്റാതെയും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ചെറിയ വീടുകളും വസ്തുക്കളും വാങ്ങിക്കാൻ ലോണോ കടമൊക്കെ എടുത്താലും കയ്യിരിക്കണ പോയാലും വിഷമമില്ല. കാരണം എന്താണ്, അത് കടം ഉണ്ടെങ്കിലും വിറ്റ് കടം തീർക്കാനുള്ള മുതൽ അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അതൊരു പ്രത്യേക ഭാഗ്യമായിട്ടും കൂടെ നമ്മൾ കരുതുന്നത്. വ്യയഞ്ച പതനം 2 പതനമുണ്ട്. വാഹനങ്ങളിൽ നിന്ന്, സ്റ്റെപ്പിൽ നിന്ന്, ഉയരപ്പുറത്ത് നിന്നൊക്കെ വീഴുന്നത് ഒരു പതനമാണ്. ഒടിവ് അപകടമൊക്കെ ഉണ്ടാകും. 2ാമത്തെ പതനം എന്ന് വെച്ചാൽ നമുക്ക് ജോലി നഷ്ടപ്പെട്ട്, ബിസിനസ് നഷ്ടപ്പെട്ട്, ജീവിതം നഷ്ടപ്പെട്ട്, ഭാഗ്യം നഷ്ടപ്പെട്ട്, അധികാരം നഷ്ടപ്പെട്ട്, പലതും നമ്മുടെ വാശി കൊണ്ടും വിരോധം കൊണ്ടും നമ്മൾ തന്നെ എല്ലാം വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടായിപ്പോവും. അങ്ങനെ നമുക്ക് അധപതനം വരാതിരിക്കാൻ സൂക്ഷിക്കണം. പുരോഗതിയല്ല അധോഗതി വരുന്ന സമയമാണ്. സ്ഥാനപ്രംശഞ്ച വൈകല്യം ദോദശേന വിചിന്തി. സ്ഥാനപ്രംശം ആ നാടും വീടും ഒക്കെ വിറ്റുവിറക്കി പോകണമെന്ന് തോന്നും, വിട്ടുമാറി പോകണമെന്ന് തോന്നും. വൈകല്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും 99% നമ്മൾ ശരിയായതാണ്, കൈ കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൈ കിട്ടിയതും കൂടെ തെറിച്ചു പോയതുപോലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും. ഒരു കല്യാണമൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചാൽ ആ സമയമാകുമ്പോൾ വേണ്ടാന്ന് നമുക്ക് തോന്നുകയോ മറ്റുള്ളവർക്ക് തോന്നുകയൊക്കെ ചെയ്യാം. ഒരു ജോലി തന്നെ എല്ലാം റെഡിയായി കിട്ടി നമുക്ക് കിട്ടേണ്ടുന്ന സാഹചര്യം വരുമ്പോഴത്തേക്ക് അതിൻ്റെ എതിരെ കേസായി. നമ്മളെക്കാളും യോഗ്യതയുള്ളവർ മറ്റവരാണ്, അവർക്കാണ് സീനിയോറിറ്റി.
അല്ലെങ്കിൽ മറ്റുള്ള രീതി കിട്ടേണ്ടെന്നും പറഞ്ഞുകൊണ്ട് കേസുകളായി, ജോലിക്ക് വേണ്ടിയുള്ള കേസ്, പൈസയ്ക്ക് വേണ്ടിയുള്ള കേസ്, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. സന്താനങ്ങളുമായിട്ടും സ്നേഹിച്ച് തന്നെ പോകണം. കാരണം സന്താനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും ഒക്കെയാണ് വേഴം. വേഴം 12 നിൽക്കുമ്പോൾ മക്കൾ കലപിച്ചുകയും മക്കൾക്ക് ഒരുപാട് പൈസ അവരുടെ വിദ്യയ്ക്കും വിദേശ യാത്രയ്ക്കും ആവശ്യത്തിനും വേണ്ടി ഒരുപാട് കടങ്ങളൊക്കെ വരുത്തി വെച്ച് കടക്കാറാവുന്ന അച്ഛനമ്മമാരുണ്ട്. അതേപോലെ സഹോദരങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിച്ച് കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാത്ത സഹോദരങ്ങളുണ്ട്. അങ്ങനെ ബന്ധുക്കൾക്ക് സഹായിക്കുന്നതൊക്കെ ഉപകാരം തന്നെയാണെങ്കിലും അത് നമുക്ക് പരാജയം വരാതിരിക്കാനുള്ള പദ്ധതികളും കൂടെ നോക്കണം. നമ്മളെ നിലനിർത്താനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനും സഹായിക്കാനുമുള്ള മനസ്സും കൂടി നമ്മൾ കാണിക്കണം. സ്ഥാനഭ്രംശഞ്ച എന്ന് വെച്ചാൽ വീട് സ്ഥലമൊക്കെ വിട്ടുമാറിപ്പോണമെന്നും വിറ്റുമാറിപ്പോണമെന്നും തോന്നും. ഇവിടെ നിൽക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ നല്ലതാണ്. പക്ഷെ അവിടെ ചെന്നാൽ നല്ല ജോലിയോ നല്ല സാലറിയോ നല്ല മെച്ചം പിടിച്ച ജീവിതമോ നമുക്ക് കിട്ടാൻ പ്രയാസമുള്ള സമയമാണ്. ഏത് രാജ്യത്ത് നിൽക്കുന്നവരും അവർ ഉറച്ചു നിന്നുകൊണ്ട് ഉള്ള വരുമാനം, ഉള്ള ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയും നല്ല ജോലി നല്ല വരുമാനമൊക്കെ കിട്ടാനുള്ള മാർഗങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒഴിവാകും. 2026 10ാം മാസം കഴിയുമ്പോൾ വേഴൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് 12 നിന്ന് 1 വരും. അത് ഒരു അനുഗ്രഹമാണ്. വലിയ വെള്ളത്തിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങുന്ന ഒരാളിന് ഒരു കിട്ടിയ കച്ചിത്തുരുമ്പ് പോലെയാണ് ആ വേഴഗ്രഹം 1 വരുമ്പോൾ. 1 വേഴം വരുമ്പോൾ സീറോ ആയിട്ടിരിക്കുന്ന ആൾ പോലും ഹീറോ ആവുമെന്നാണ്. അങ്ങനെ വേഴൻ 1 വരുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷ ലബ്ധിരിതി വിജ്ഞയങ്കൽ പ്രത്യത. സുഖസ്ഥിതി വെച്ചാൽ മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും, ജയം കിട്ടും. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളൊന്ന് പിടിച്ചു പറ്റി നിന്നാൽ മതി, നല്ല വിജയം കിട്ടും. ആരോഗ്യ അസുഖം മൊത്തം മാറും. കാരണം ഈ 12 വേഴം നിൽക്കുന്ന സമയത്ത് അസുഖം, സർജറി ഇതൊക്കെ വേണ്ടി വരുന്ന സമയമാണ്. അങ്ങനെ ആ അസുഖങ്ങൾ മാറി സുഖം കിട്ടും, ജയം കിട്ടും. എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കിടക്കണ പരിപാടി ചെറിയ ഒരു മനസ്സ് വെച്ചാൽ നമുക്കെല്ലാം നേടി ജയിക്കാൻ പറ്റും. പിന്നെ ഉദ്യോഗം കിട്ടണില്ല എന്നാണ് എല്ലാവരുടെയും വിഷമം. പക്ഷേ നിങ്ങൾക്കൊരു ടെസ്റ്റാ, PSC മറ്റുള്ള ടെസ്റ്റുകളോ ഇൻ്റർവ്യൂവിനൊക്കെ പോയാലല്ലേ ജോലി കിട്ടും. പലവർക്കും പരീക്ഷ എഴുതാനും പഠിക്കാനും മടിയാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ കുറച്ച് മനസ്സ് വെച്ചാൽ ഏത് പരീക്ഷയ്ക്ക്, ഇൻ്റർവ്യൂവിന്, ടെസ്റ്റിന്, മത്സരത്തിന് പോയാലും വിജയിക്കാനും നല്ല ആ സ്ഥാന മാന അധികാര അംഗീകാരങ്ങളൊക്കെ കിട്ടാനും രക്ഷപ്പെടാനും യോഗമുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വിജയം കിട്ടി. കീർത്തിയും വിശേഷലബ്ധി എന്നാണ്. കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും നേടാൻ ഒരിക്കലും പറ്റാത്തതും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്ന വീടും വസ്തുവും ധനവും പണവും ജോലിയും പൈസയൊക്കെ കിട്ടും. അത് കഴിയുമ്പോൾ 2027 ജനുവരി മുതൽ വീണ്ടും വേഴൻ 12 പോയിട്ട് പിന്നെ 2027 6ാം മാസം വരെ ആ കർക്കിടകം രാശിയിൽ നിൽക്കും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് പിടിച്ചു പറ്റി നിൽക്കണം. വണ്ടി ഓട്ടിക്കണം, സൂക്ഷിക്കണം. കാരണം 12ാം വേഴം നമുക്ക് ഇൻകം ടാക്സ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സമയം, കടങ്ങളുണ്ടാകുന്നതും സാമ്പത്തിക ഇടപാടിൽ കുരുക്കുണ്ടാകുന്നതും, തോന പൈസ ഉണ്ടെങ്കിൽ പിടിച്ചു വാങ്ങിക്കാൻ വരുന്ന സമയം, ഒരു പൈസയും ഇല്ല കടമാണെങ്കിൽ ജപ്തിക്ക് വരുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് എഴുതി വിറ്റ് കടം തീർത്താലും നിങ്ങൾ പേടിക്കരുത്. നമുക്ക് നല്ല സമയങ്ങളാണ് പിന്നെ അങ്ങോട്ട് വരുന്നത്. ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുകയാണ്. ഇങ്ങനെ 2 ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുന്ന വലിയ ദോഷമുള്ള ഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് വരെ തോന്നുന്ന പ്രതിസന്ധിയുള്ള സമയമാണ്. നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ച് നിന്നാൽ മതി. നമുക്കെല്ലാ കുരുക്കുകളും തന്നെത്താനെ മാറി നല്ലത് വരും. ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഐശ്വര്യ പൂജ, ഇങ്ങനെയൊക്കെയുള്ള ചില പൂജകളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്വയം വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മിയെ പോയി കണ്ട്, പൂജാരിയെ തന്ത്രിയൊക്കെ പോയി കണ്ട് നമുക്ക് വേണ്ടത് ചെയ്താലും ദുരിതത്തിന് ശാന്തിയും സമാധാനവും കിട്ടും. പിന്നെ കന്നിക്കൂർ ഉത്രത്തിനാണെങ്കിൽ 11 വേഴൻ വരുന്നത്, പിന്നെ 12 വരും.
അപ്പോൾ 11-ാം വേഴം എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് പറയുന്നത്. ജാതകത്തിൽ 11 വേഴം നിന്നാൽ മഹാഭാഗ്യവാനാണെന്നും ജീവിതത്തിൽ 11 വേഴം ഭരണകാലം ആ ഭാഗ്യങ്ങൾ ലഭിക്കും എന്നുമാണ് ഫലം. കാരണം 11 എന്ന് പറഞ്ഞാൽ സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠവ്രാത നിജാത്മജ വാമകർണോ അർത്ഥലാവശ ചിന്തിയാത് ഏകാദശാദിമി. സർവാഭീഷ്ടങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതെല്ലാം നേടി ജയിക്കാൻ പറ്റും. ജ്യേഷ്ഠന്മാരെ കൊണ്ട്, ഭ്രാതാവ്, അമ്മ പെറ്റ സഹോദരങ്ങളെ കൊണ്ട് ഒക്കെ സഹായ അർത്ഥലാഭം, നിറയെ പൈസ കിട്ടാൻ, അനുമോദനങ്ങൾ, അംഗീകാരങ്ങൾ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവാർഡുകൾ, ജയിലിൽ കിടക്കണവർക്ക് മോചനങ്ങൾ, ശിക്ഷ ഇളവ് കിട്ടാനുള്ള യോഗങ്ങൾ, നീതി പീഠത്തിൽ നിന്നുമൊക്കെ നമുക്ക് സഹായം കിട്ടുന്ന അനുകൂലങ്ങൾ, അങ്ങനെ സർക്കാരിനെ കൊണ്ടും കോടതി അധികാരികൾ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുമൊക്കെ പലവിധ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതും, നമ്മളൊരു കേസിന് പോയാലും അല്ലെങ്കിൽ ഒരു കുരുക്കിപ്പെട്ടാലും രക്ഷപ്പെട്ടു വരാനും, വിദേശ യാത്രാ പ്രവൃത്തി ഗുണങ്ങളൊക്കെ കിട്ടാനും, എല്ലാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അവർക്കുടേതായ കഴിവ് കൊണ്ട് വലിയ മെച്ചവും നേട്ടവും കിട്ടാനും, ആ കലാരംഗങ്ങളിലും വിദ്യാരംഗങ്ങളിലും പ്രവർത്തന രംഗങ്ങളിലും ഔദ്യോഗിക രംഗങ്ങളിലുമൊക്കെ നല്ല സ്ഥാനമാന അധികാരങ്ങളൊക്കെ കിട്ടാനും യോഗമുണ്ട്. അത് കഴിയുമ്പോൾ വേഴൻ നമുക്ക് 6-ാം മാസം മുതൽ 10-ാം മാസം വരെ ഇനി 12-ലോട്ട് വരും. അവിടെയാണ് നമ്മൾ ഇത്തിരി സൂക്ഷിക്കാനുള്ളത്. 12-ൽ വേഴം വരുമ്പോൾ സന്താനക്ലേശം, ഭാഗ്യതടസ്സം, ഒരു ഓട്ടിനും ഒരു മാർക്കിനും ഒക്കെ തോറ്റുക, റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടാതിരിക്കുക, നല്ല ജോലി കിട്ടിയത് വേണ്ടാന്ന് തോന്നി കളഞ്ഞിട്ട് വരാൻ തോന്നും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതേപോലെ വിവാഹം നടക്കാൻ തടസ്സം, മക്കളുണ്ടാകാൻ തടസ്സം, കുട്ടികൾക്ക് കുഴപ്പങ്ങൾ, വീട്ടിലുള്ളവർക്ക് കുഴപ്പങ്ങൾ, അമിതമായ ദുർച്ചെലവുകൾ, ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ജപ്തി നടപടികൾ, ടാക്സ് പ്രോബ്ലങ്ങൾ, ഇങ്ങനെ ലീഗലല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കുരുക്കിപ്പെട്ടു പോകുമല്ലോ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ലീഗലായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് കൊണ്ട് വേണം പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് ലൈസൻസ് കിട്ടാതെയും പ്രോഫിറ്റ് കിട്ടാതെയും മെച്ചം കിട്ടാതെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ തടസ്സങ്ങൾ വരുത്തുന്ന പദ്ധതികളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കുരുക്ക് വരും. അപ്പോൾ ആ 12-ൽ വേഴം നിൽക്കുന്ന സമയത്തിന് നമുക്ക് വിഷ്ണുവിനെ ഭജിക്കണം. ഭാഗ്യസൂക്തം, ഐക്യമത്യ സൂക്ത ജപം, അതേപോലെ സുദർശന ഹോമങ്ങൾ, വിഷ്ണുവിൻ്റെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹൻ, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായിരിക്കുന്ന അംശ അവതാരങ്ങളിൽ ദേവന്മാരെ ഭജിച്ച് പ്രാർത്ഥിച്ച് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പ്രവർത്തിച്ച നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് പെട്ടെന്നല്ലെങ്കിലും പതുക്കെയെങ്കിലും നേടിക്കിട്ടും. അതെല്ലാം നോക്കി 11-ൽ വേഴം നിൽക്കുന്ന സമയത്ത് വലിയ ജോലി അധികാരമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കരുത്. നിങ്ങൾ ഈ കാലയളവിൽ ചെയ്യുന്ന ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷകൾ എല്ലാം നിങ്ങൾക്ക് മെച്ചമായ ജീവിത നേട്ടങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്ന ഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 11 ഈ വേഴം 11 ഒരു ഗതിയും കിട്ടിയില്ലെന്ന് വിചാരിക്കില്ല. ഈ സമയത്ത് ചെയ്യുന്ന പദ്ധതികളെല്ലാം വൻ വിജയകരമായിട്ടും നേട്ടങ്ങളായിട്ടും വരും. അതുകൊണ്ട് ഭഗവാനെയും വഹിച്ച് ദോഷങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകളും ചെയ്യണം. വാഹനങ്ങൾ ഓട്ടിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, സാമ്പത്തിക ഇടപാടുകൾ, രേഖയില്ലാത്ത ഇടപാടുകൾ ഒക്കെ നമ്മൾ ഒന്ന് സൂക്ഷിച്ചോളണം. കാരണം പെട്ടെന്ന് ആര് വേണോ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകാവുന്ന തരത്തിലുള്ള ചില അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകണം. പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക മാനസിക വിഷമതകളും ബന്ധുക്കളുമായിട്ട് ഉടക്കുകളൊക്കെ വരുന്ന സമയമാണ് 12-ൽ വേഴം വരുമ്പോൾ. അപ്പോൾ ആ സമയം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള. ജോലിയിലും വിദ്യയിലും ഇടപാടുകളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ നമ്മൾ ആ ശ്രദ്ധ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ബന്ധുക്കളുടെയൊക്കെ ചില മരണങ്ങൾ, ആപത്തുകളൊക്കെ ഉള്ള സമയം കൂടിയാണ് വേഴൻ 12 നിൽക്കുന്ന സമയം. അതിൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടി സന്താന ഗോപാല മൂർത്തി പൂജകളും ഐശ്വര്യ പൂജകളും കൂടി ചെയ്ത പിള്ളേരുടെ അരിഷ്ടതകളും മാറി, നിങ്ങളുടെ അരിഷ്ടതകളും ദോഷങ്ങളും മാറിക്കിട്ടാൻ സാധ്യത വളരെയധികം ഉണ്ടാകും. ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴകൾ, ദശാകാല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
വേഴം മാറിയാലും നമുക്ക് ചെറിയ ഗുണങ്ങൾ കിട്ടാൻ തടസ്സങ്ങളൊക്കെ വരും. പക്ഷേ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിച്ചോ ആഗ്രഹിച്ചോ അതെല്ലാം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ജാതകം പരിശോധിക്കുന്നതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതെല്ലാം അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഫോണിൽ കൂടെ വിളിക്കരുത്. കാരണം പല തിരക്കിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു തരാൻ പറഞ്ഞാൽ എളുപ്പമുള്ള പണിയാണെങ്കിൽ അപ്പോഴേ പറഞ്ഞു തരും. ഇല്ലെങ്കിലും നമുക്ക് പിന്നീടാവട്ടെ അല്ലെങ്കിൽ മെസ്സേജ് ഇടാനേ പറയുമല്ലോ. മെസ്സേജ് ഇട്ടിരുന്നാൽ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളെ വിളിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ അവസരം കിട്ടും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.